ഗൈസ്, വെൽക്കം ടു വണ്ടേഴ്സ് വിത്ത് ഭാഗ്യ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്, മലബാർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. 1 കിലോ ചിക്കൻ, 2 കപ്പ് അരി, 2 വലിയ സബോള ഫ്രൈ ചെയ്തത്, മല്ലിയില, പുതിനയില, കിസ്മിസ്, കാഷ്യൂസ്, ടൊമാറ്റോ, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു നാരങ്ങാനീര്, വെള്ളം, തൈര്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 2.5 സ്പൂൺസ് ഓഫ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓയിലാണ്. അതിലോട്ട് ഒരു 2 സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒണിയന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ബൗൾ ഫുൾ ഓഫ് ഒണിയൻ ഉണ്ട്, അതിനകത്ത് നിന്ന് ഒരു കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ആഡ് ചെയ്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക. അത് നന്നായിട്ട് വഴട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാൻ പറ്റും. സോ വൺസ് ഈ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വീണ്ടും നമ്മൾ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ആ പാത്രം ആ എണ്ണയും നെയ്യും എല്ലാം ഒന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിനകത്തോട്ട് ഒരു 2-3 കാടമം, ഒരു 2-3 കറുവപ്പട്ട, ഒരു കുറച്ച് ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ബേ ലീഫ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനകത്തോട്ട് ഒരു കുറച്ച് സബോളയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കല്ലായി പോകണ്ട. നമ്മളിങ്ങനെ അരി ഇളക്കുമ്പോഴത്തേക്ക് കിരികിരികിരാന്നൊരു സൗണ്ട് കേൾക്കും. അതുവരെ അതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പുറത്ത് നമ്മൾ ആ ഓണിയൻ ഉണ്ടാക്കിയില്ലേ, അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ആ പിങ്കിഷ് കളർ മാറി ഒരു വൈറ്റ് കളർ വരുന്നിടം വരെ നമ്മുടെ ചിക്കനെയും ഇളക്കിയെടുക്കണം. അതേ സമയത്ത് നമ്മുടെ അരി അവിടെ റെഡി ആകുന്നുണ്ട്, അതിനെയും ഒന്ന് ഇളക്കാനായിട്ട് മറക്കണ്ട. രണ്ടിടത്തും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. സോ ഈ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും എല്ലാം കൂടെ നമുക്കൊന്ന് ഒരു ജസ്റ്റ് ഒരു പൾസ് ചെയ്തെടുക്കണം, ലൈക്ക് 1 ടൈം ട്രിക്ക്, അത്രേ ഉള്ളൂ. ഇനി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ നമ്മൾ 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. നമ്മൾ അടിക്കാൻ കൊടുത്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അതിട്ടിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പൊ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ബാലൻസ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒരു 3-4 പോട്ട്സ് ഓഫ് ഗാർലിക്കും ഒരു 3-4 ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈസിനകത്തോട്ട് വേകുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കിയെടുക്കുക. ആ ടൊമാറ്റോസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വേകുന്നിടം വരെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് ക്ലോസപ്പിൽ ഷോട്ട് കണ്ടാലോ. അടച്ചു വെച്ച് വേവിക്കുക. അരി അവിടെ എന്താ എന്നുള്ളത് ഒന്ന് ഇളക്കി നോക്കുക. തിരികെ ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 1 ടൈം ഒന്ന് ഇളക്കി നോക്കുക. അപ്പൊ ടൊമാറ്റോസ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ കറിക്ക് കളർ തരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓണിയനാണ്. അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. ഇനി നല്ല കട്ട തൈര് ഒടച്ചെടുത്തിട്ട് നല്ല ക്രീം പരുവാകുമ്പം അതും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി പുളി ഇച്ചിരി കുറവായിരുന്നത് കൊണ്ട് ഞാൻ ആ നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ഒരു പൊടിക്ക് കുറവായിരുന്നു, അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇത് നമ്മുടെ ഗരം മസാല പൊടിയാണ്. അത് ഞാൻ ആദ്യമേ നമ്മളെ കാണിക്കാൻ വിട്ടുപോയിരുന്നു. അപ്പം അതൊരു 1 സ്പൂണ് ഇട്ട് കൊടുക്കുക.
ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം കൂടെ ഒന്ന് മുങ്ങിയിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി. എന്നിട്ടൊരു ലിഡ് വെച്ച് അടച്ചിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് അരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഫ്ലെയിം വേണം. അപ്പോൾ അത് വേകാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കാം. ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ലിഡ് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച മെഗാ എന്നും പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു പൈനാപ്പിൾ ഫ്ലേവർ കിട്ടുന്ന ഒരു സാധനമാണ്. അരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനകത്തെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരിച്ചിരി വേവ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അത് അടച്ചു വെച്ചു. നന്നായിട്ടൊന്ന് വേവിക്കാം. ഇത്ര നേരം നിങ്ങളെന്നെ കണ്ടില്ലല്ലോ, നിങ്ങളെന്നെ മിസ് ചെയ്തെന്ന് എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. എനിവേസ്, ഇത് നമ്മുടെ പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം അതാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്കകത്തോട്ട് നമ്മൾ ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതൊരു കപ്പ് ഉണ്ട്. ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്ക് പകുതി ആവശ്യമുണ്ട് നമ്മുടെ റൈസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെയർ ചെയ്യുമ്പം ഇപ്പോഴത്തേക്ക് ഇതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഗ്രേവിയൊക്കെ പറ്റി ആ മല്ലിയിലയുടെയും എന്തൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റെഡി. ഒരു പീസ് എടുത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വെന്തോ എന്നുള്ളത്. ശരി, കൂടെ വയ്ക്കാനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആകെ കുറച്ച് അരിയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് പകുതി ചിക്കൻ എടുത്ത് വേറൊരു ബൗളിലോട്ട് മാറ്റുവാണ്. ഈ ഒരു ബൗളിനകത്തോട്ട് പകുതി ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ചിക്കൻ ഇതിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്ക് ഷടപടേന്ന് അതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് ഒരു ലെയറാക്കി ആദ്യമേ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെ പോലെ അതിനകത്ത് കിടക്കുന്ന മസാലയൊന്നും ഇഷ്ടമില്ലെങ്കിൽ എടുത്ത് പെറുക്കി മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കൊറിയാണ്ടർ ലീഫും പുതിന ലീഫും കൂടെ ഒരു ലെയർ ഇടുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരിച്ചിരി നമ്മുടെ കിസ്മിസും കാഷ്യൂ നട്ട്സും വെതറി കൊടുക്കുക. കുറച്ച് ഓണിയൻ കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്പ് ഫുൾ ഓഫ് പൈനാപ്പിൾ എസൻസ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ വീണ്ടും ലെയർ ചെയ്യുക. ബാക്കി വന്ന അരി എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും ഡ്രൈഡ് ഓണിയനും കാഷ്യൂ നട്ടും കിസ്മിസും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. പച്ചനെ ഫുള്ള് നമുക്ക് അങ്ങനെ ബാക്കിയുള്ള കാഷ്യൂ നട്ട്സ്, പിന്നെ ഫൈനലായിട്ട് കുറച്ച് റിമൈനിങ് കിസ്മിസ്, പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഗരം മസാല പൗഡറും. ഇത് ഇനി അത്രയും വേണ്ട, ഒരു തുള്ളി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത്രയും. ഇനി നമുക്ക് ഇത് ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് നല്ല ടൈറ്റായിട്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അത് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിൻ്റെ ലിഡ് എടുത്തിട്ട് അത് നല്ല പ്രസ് ചെയ്ത് ഒരു തുള്ളി എയർ പോലും പുറത്തു പോകാത്ത രീതിയിൽ അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഒരു ഹോൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ആ പാത്രത്തിൻ്റെ മുകളിൽ, അതിനകത്ത് കൂടെ പോലും എയർ പോകാതിരിക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് റോൾ ചെയ്തിട്ട് ആ ഹോളിനകത്തോട്ട് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ദോശക്കല്ലെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മുടെ ആ പാത്രം വെച്ച് നന്നായിട്ട് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ ദം കയറ്റിയെടുക്കുക. അതേസമയം നമുക്ക് കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ദം പൊട്ടിച്ചാലോ?
നല്ല മണം വരുന്നുണ്ട് ഗൈസ്. എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഡിഗിൻ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ആ സ്മെല്ല് ഇപ്പം ഈ റൂം മുഴുവനായിട്ടുണ്ട്. നമുക്കിതൊന്നും എടുത്ത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയായിട്ടുണ്ട് ഗൈസ്. ഞാൻ അധികം ഇനി ഉടയ്ക്കുന്നില്ല, പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഈ ബിരിയാണി കംപ്ലീറ്റ് ആണ്. ഇങ്ങോട്ടോ ഒരു മുട്ട, കുറച്ച് സാലഡ്, കുറച്ച് അച്ചാറ്, സാലഡ്. അപ്പം എല്ലാവർക്കും എൻ്റെ ബിരിയാണി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലായോ എൻ്റെ റെസിപ്പി എന്ന്. അപ്പോൾ ആദ്യമത്തെ പ്ലേറ്റ് നിങ്ങൾക്ക് തന്നെ.